ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇത് നമ്മുടെ 2026 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 11/2026 EM ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏതെന്നാണ് കേട്ടോ. ഇതിലുള്ള ശരിയായിട്ടുള്ള കാലഗണനാ ക്രമം ഏതാണ്? ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ക്രമീകരണം. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ആറ്റിങ്ങൽ കലാപാണ് നടക്കുന്നത്. ആറ്റിങ്ങൽ കലാപത്തിന്റെ വർഷം ഏതാണ്? 1721 കേട്ടോ. 1721. രണ്ടാമത്തത് മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണമാണ് കേട്ടോ. 1729 അദ്ദേഹം തിരുവിതാംകൂർ രാജാവായിട്ട് അധികാരമേൽക്കുന്നത്. ഓക്കെ, 1729. പിന്നീട് നമുക്കറിയാം കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധം 1741. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും അതുപോലെ ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം. നെക്സ്റ്റ് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 അല്ലെ. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ്. എന്താണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. ഏതൊക്കെ ശരി? അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പ് എന്നുള്ളത് ശരിയാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാര ഗുരുദേവ് എന്നുള്ളതും ശരിയാണ്. ഏത്? ആത്മവിദ്യാസംഘം എന്ന് കൊടുത്തിട്ടുണ്ട്. ആത്മവിദ്യാസംഘം നമുക്കറിയാം ആരാണ്? വൈകുണ്ഠസ്വാമികളല്ല, വാഗ്ഭടാനന്ദനാണ് കേട്ടോ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. വാഗ്ഭടാനന്ദനാണ്. അതുപോലെ യോഗക്ഷേമ സഭ അയ്യങ്കാളി എന്ന് കൊടുത്തിട്ടുണ്ട്. അതും തെറ്റാണ്. നമുക്കറിയാം ഏതാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചിട്ടുള്ളത്? നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കാരങ്ങൾക്കായിട്ടാണ് അല്ലെ. അപ്പൊ അയ്യങ്കാളി അല്ല, സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളി സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന ഇതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ് കേട്ടോ. ഇവിടെ ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ചെറിയായി ഔദ് വിശേഷിക്കപ്പെട്ടു. അതുപോലെ 1857 മെയ് 10 മിററ്റിലാണ് കലാപം ആരംഭിച്ചത്. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. 1ഉം 3ഉം ആണ് തെറ്റുള്ളത്. ഒന്നാമത്തത് എന്താ? കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ് ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനാണ് അല്ലെ. ബഹദൂർ ഷാ രണ്ടാമനാണ്. നാനാ സാഹിബ് എവിടെ നേതൃത്വം കൊടുത്തത്? കാൺപൂരിലാണ് കേട്ടോ. നാനാ സാഹിബ് കാൺപൂരിലാണ് നേതൃത്വം കൊടുത്തത്. കാൺപൂർ. ഓക്കെ, പിന്നെ തോമസ് ജോൺസ് ബാർക്കർ മൂന്നാമത്തെ പ്രസ്താവനയാണ്. തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. ഓക്കെ, ഇതും തെറ്റാണ്. ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചിട്ടുള്ളത് ജോസഫ് നോയൽ പാറ്റേൺ ആണ് കേട്ടോ. ജോസഫ് നോയൽ പാറ്റേൺ ആണ് ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളത്. ഓക്കെ, ജോൺസ് ബാർക്കർ വരച്ചത് ദി റിലീഫ് ഓഫ് ലക്നൗ ആണ്. ദ റിലീഫ് ഓഫ് ലക്നൗ ആണ് ആര്? തോമസ് ജോൺസ് ബാർക്കർ വരച്ചിട്ടുള്ളത്. ഇൻ മെമ്മോറിയം വരച്ചത് ആരാണ്? നമുക്കറിയാം ജോസഫ് നോയൽ പാറ്റേൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇവിടെ ബന്ധമില്ലാത്തവ കണ്ടെത്തുക. ഓക്കെ, ഇവിടെ ഓപ്ഷൻ സി ആണ്. 1ആണ് ഇത് പറയുന്നത് കേട്ടോ. ബാക്കി പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു എന്നുള്ളത് ശരിയാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1929 ലാഹോർ സമ്മേളനത്തിലാണ്. നെക്സ്റ്റ്, 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചു. ഇതും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റുള്ളത്? 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കി എന്നാണ് കൊടുത്തത്. ഓക്കെ, സിവിൽ നിയമലംഘന പ്രസ്ഥാനമല്ല, നമുക്കറിയാം എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനമാണ് കേട്ടോ. നിസ്സഹകരണ പ്രസ്ഥാനമാണ് പിൻവലിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ്. ഇവിടെ ശരിയായിട്ടുള്ള ജോഡികൾ കണ്ടെത്താനാണ്. ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ജോഡികൾ കേട്ടോ. ലൈഫ് വീക്കിലി സാവോ താവോ ഫെൻ എന്നും അതുപോലെ പിന്നെ എന്താണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഓക്കെ,
ഇതിൽ തെറ്റായിട്ടുള്ളത് ലോങ് മാർച്ച് സന്യാസൻ എന്നും സോഷ്യൽ കോൺട്രാക്ട് വോൾട്ടയർ എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് തെറ്റാണ്. ലോങ് മാർച്ച് സന്യാസൻ അല്ല. നമുക്കറിയാം മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലാണ് ലോങ് മാർച്ച് നടന്നിട്ടുള്ളത് അല്ലെ. ചൈനീസ് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലാണ് ലോങ് മാർച്ച് നടന്നത്. 1934-35 ഓക്കെ. സന്യാസന് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് സന്യാസൻ ആണ്. ഇനി സോഷ്യൽ കോൺട്രാക്ട് വോൾട്ടയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതും തെറ്റാണ്. സോഷ്യൽ കോൺട്രാക്ട് എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആരാണ്? റുസോ ആണ് കേട്ടോ. റുസോ ആണ്. ഓക്കെ, വോൾട്ടയർ അല്ല, റുസോ ആണ്. ഇനി ഇവിടെ 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ് കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 3ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. വിശിഷ്ടാതികളായി മറ്റ് രാജ്യതലവന്മാരുണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. 4ാമത്തത് 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വിശിഷ്ടാതികളായിട്ട് മറ്റ് രാജ്യതലവന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ്, ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ശരിയായിട്ടുള്ള ഏതൊക്കെ? വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. അതുപോലെ 3ാമത്തെ പ്രസ്താവന എന്താ? ഭൗമ കേന്ദ്രത്തിൽ നിന്ന് അകലം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. ഓക്കെ, എന്താ ഗ്രാവിറ്റി അനോമലി? എന്താണ്? ഭൗമോപരിതലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്ന യഥാർത്ഥ ഗുരുത്വാകർഷണ ബലവും അതുപോലെ സൈദ്ധാന്തികമായി അവിടെ ഉണ്ടാകേണ്ട ഗുരുത്വാകർഷണ ബലവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഗ്രാവിറ്റി അനോമലി എന്ന് വിളിക്കുന്നത് കേട്ടോ. എന്താണ്? അപ്പൊ അവിടെയുള്ള യഥാർത്ഥ ഗുരുത്വാകർഷണ ബലവും അതുപോലെ തന്നെ സയൻസ് പ്രകാരം ഉണ്ടാവേണ്ട ഗുരുത്വാകർഷണ ബലവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഗ്രാവിറ്റി അനോമലി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 പ്രസ്താവനകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണേ. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണ ജല തടാകം ഏതാണ്? ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണ ജല തടാകം ഏതാണ്? ഓപ്ഷൻ സി ആണ്. പാങ്കോങ്സോ തടാകമാണ് കേട്ടോ. പാങ്കോങ്സോ തടാകം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? ഓപ്ഷൻ ബി ഡെറാഡൂൺ ആണ്. ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ്? ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 10 ഡിഗ്രി ചാനൽ. നെക്സ്റ്റ്, ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു എന്നുള്ളത് കേട്ടോ ശരിയായിട്ടുള്ളത്. ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു. നെക്സ്റ്റ്, 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി സോമാലിയാണ്. സോമാലിയ. 2025 വർഷത്തിലെ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോമാലിയാണ് കേട്ടോ. സോമാലിയ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തെയാണ്? അപ്പൊ ഈ ഒരു സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നമുക്കറിയാം 105ാം സ്ഥാനത്താണ് കേട്ടോ. 105ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 127 രാജ്യങ്ങളുടെ പട്ടികയാണ്. ഇതിൽ 105ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 127ാമതുള്ളാണ് സോമാലിയ കേട്ടോ. ഓക്കെ, അപ്പൊ പട്ടിണി കുറഞ്ഞ രാജ്യങ്ങളാണ് 1, 2, 3 പിന്നെ റാങ്കിൽ വരുന്നത്. ബെലാറസ്, ബോസ്നിയ ഒക്കെ ആണ് ഏറ്റവും പട്ടിണി കുറഞ്ഞ രാജ്യങ്ങൾ. നെക്സ്റ്റ്, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെന്നാണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. അതുപോലെ രാസവളങ്ങളും കീടനാശിനികളും. ഈ 2ഉം എന്താണ്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയാണ്. ദരിദ്ര കർഷകർ ധനിക കർഷകർ എന്നിങ്ങനെ അന്തരം ഇല്ലാതായി എന്നുള്ളത് തെറ്റാണ് കേട്ടോ. നെക്സ്റ്റ്, പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏത്? പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏത്? ഇവിടെ ഓപ്ഷൻ എ 2 മാത്രാണ്. 2 മാത്രാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത്. ഓക്കെ, ഏതൊക്കെയാണ് പെടുന്നത്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. നെക്സ്റ്റ്, ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണെന്നാണ് കേട്ടോ. ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ശരിയല്ലാത്തത്.
ഓക്കെ, ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹലനോബിസ് ആണ്. സോവിയറ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇത് രണ്ടും ശരിയായിട്ടുള്ളതാണ്. തെറ്റായിട്ടുള്ളത് 3ആണ്. 1947 ഇന്ത്യൻ പ്ലാനിങ് ആരംഭിച്ചത് എന്നുള്ളത് തെറ്റാണ് കേട്ടോ. 1947 1951 1951 ആരംഭിച്ചത്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇവയെല്ലാം ആണ് കേട്ടോ, ഇവയെല്ലാം. ഓക്കെ, ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, സാശ്രയത്വം, നീതി, നവീകരണം. നെക്സ്റ്റ്, കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? 17ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പെടാത്തത് 3 മാത്രമാണ് കേട്ടോ. കറൻസി നോട്ട് അടിച്ചിറക്കുക, അതുപോലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, ഗവൺമെന്റിന്റെ ബാങ്ക്, ഇത് 3ഉം ശരിയായിട്ടുള്ളതാണ് കേട്ടോ. നികുതി നിരക്ക് നിശ്ചയിക്കുന്നത് എന്താണ്? കേന്ദ്ര ബാങ്ക് അല്ല. നികുതി നിരക്ക് നിശ്ചയിക്കുന്നത് രാജ്യത്തെ ഗവൺമെന്റ് ആണ് കേട്ടോ. ഓക്കെ, ധനകാര്യ മന്ത്രാലയമാണ്, കേന്ദ്ര ബാങ്ക് അല്ല. ബാക്കിയൊക്കെ പഠിക്കണം. നെക്സ്റ്റ്, നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായത് ഏതെന്നാണ് കേട്ടോ. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായത് ഏത്? ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവനാണ്. അതുപോലെ സ്ഥാപിതമായത് 2015 ജനുവരി 1 ഈ 2 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. നിലവിലുള്ള CEO പരമേശ്വരൻ അയ്യർ ആണെന്നുള്ളത് തെറ്റാണ്. അപ്പൊ ആരാണ് നിലവിലെ നീതി ആയോഗിന്റെ CEO? ആരാണ്? നിധി ചിബ്ബർ ആണ്. നിധി ചിബ്ബർ. BVR സുബ്രഹ്മണ്യ ആയിരുന്നു, അതിനുശേഷം നിധി ചിബ്ബർ ആണ്. ഓക്കെ, നിധി ചിബ്ബർ. നെക്സ്റ്റ്, കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. കേവല ഭൂരിപക്ഷ സമ്പ്രദായം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? ഇവിടെ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം മാത്രമാണ് ഇത് അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ്. 2ഉം 3ഉം. ഓക്കെ, ഒന്നാമത്തത്, ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനത്തെക്കാൾ കൂടുതലായിരിക്കും ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം. ഓക്കെ, ഇതെന്താണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2ഉം 3ഉം തെറ്റാണ്. രണ്ടാമത്തത് എന്താ? വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും എന്നുള്ളത് തെറ്റാണ് കേട്ടോ. ഓക്കെ, അതെന്താണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ വോട്ടർമാർ പാർട്ടി ലിസ്റ്റിനല്ല, തങ്ങളുടെ മണ്ഡലത്തിലുള്ള വ്യക്തികളായ സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്യുന്നത് കേട്ടോ. മൂന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് തെറ്റാണ്. ഈ ഒരു രീതിയിൽ ലഭിക്കുന്ന വോട്ടിന്റെ ശതമാനത്തിന് ആനുപാതികമായിട്ടല്ല സീറ്റുകൾ ലഭിക്കുന്നത് കേട്ടോ. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചാലും ആ സീറ്റ് പൂർണ്ണമായും ആ സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിക്കും. ഓക്കെ, അപ്പൊ കേവല ഭൂരിപക്ഷ സമ്പ്രദായം ഒക്കെ പഠിക്കണേ. നെക്സ്റ്റ്, മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? ഇവിടെ ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല എന്നാണ് കൊടുത്തത്. ഓക്കെ, ജോലി ചെയ്യാനുള്ള അവകാശം, സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശം, സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കുള്ള അവകാശം, ഇതൊന്നും മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതല്ല കേട്ടോ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ജോലി ചെയ്യാനുള്ള അവകാശം ഏതിലാണ്? ഭരണഘടനയുടെ ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് പറയുന്നത് കേട്ടോ. രണ്ടാമത്തത്, സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശവും മൗലികാവകാശമല്ല. മൂന്നാമത്തത്, സാമൂഹികവും സാമ്പത്തികവുമായുള്ള നീതിക്കുള്ള അവകാശം എന്ന് കൊടുത്തിട്ടുണ്ട്. അതും തെറ്റാണ് കേട്ടോ. അത് മൗലികാവകാശമല്ല, മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് പറയുന്നത്. നെക്സ്റ്റ്, 21ാമത്തത്, അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്? അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന 1ഉം 3ഉം മാത്രമാണ്. അവിശ്വാസ പ്രമേയം ശരിയല്ലാത്ത പ്രസ്താവനയാണ് കേട്ടോ. ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണ്? 2ആണ്. അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണെന്നുള്ളത് ശരിയാട്ടോ. ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റുള്ളത്? ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ പറയുന്നത്? അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നത് വരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു എന്നുള്ളത് തെറ്റാണ് കേട്ടോ. അതെന്താണ്? ലോകസഭയിലെയോ നിയമസഭയിലെയോ ഒരു അവിശ്വാസ പ്രമേയം പാസ്സായാൽ ഭരണഘടനാനുസൃതമായിട്ട് നിലവിലുള്ള മന്ത്രിസഭ ഉടനടി രാജിവെക്കാനും ബാധ്യസ്ഥരാണ്. പകരം മന്ത്രിസഭ വരുന്നത് വരെ കാത്തു നിൽക്കാറൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മൂന്നാമത്തത്, 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും എന്ന് കൊടുത്തിട്ടുണ്ട്. അതും തെറ്റാണ്. ഇന്ത്യൻ പാർലമെന്ററി ചട്ടങ്ങൾ പ്രകാരം ഒരു സമ്മേളനത്തിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പാടുള്ളൂ കേട്ടോ. എന്നാൽ 2 പ്രമേയങ്ങൾ തമ്മിൽ കൃത്യം 3 മാസത്തെ കാലയളവ് ഉണ്ടായിരിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ്, മൗലിക അവകാശങ്ങളുടെ സവിശേഷതകൾ ശരിയായവ ഏതെല്ലാം എന്നാണ് കേട്ടോ. മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതെല്ലാം?
ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ട്ടോ. 1, 2, 3 മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഏതൊക്കെയാണ്? ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നുണ്ട്, കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു, മൗലികാവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്. അപ്പൊ 3ഉം ശരിയായിട്ടുള്ളതാണ്. നെക്സ്റ്റ്, സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? അപ്പൊ സംസ്ഥാന ഭരണകൂടത്തെയാണ് ട്ടോ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ട്ടോ. 356 വകുപ്പ് പ്രകാരം. 356 വകുപ്പ് പ്രകാരമാണ് പിരിച്ചുവിടുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് 352 ട്ടോ. ദേശീയ അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്നതാണ് 352. ഓക്കെ. നെക്സ്റ്റ്, സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 300A ട്ടോ. നെക്സ്റ്റ്, മൗലിക കടമകള് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ സി 4A. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ട്രേഡ് യൂണിയനുകളാണ് ട്ടോ ഇതില്. ഓക്കെ. അപ്പൊ ലിസ്റ്റുകൾ പഠിക്കണം കേട്ടോ. എന്താണ്? യൂണിയൻസ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ കൺകറന്റ് ലിസ്റ്റ്, 3ലും ഉൾപ്പെടുന്ന വിഷയങ്ങൾ പഠിക്കണം. നെക്സ്റ്റ്, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണ്? അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ആനയാണ് ട്ടോ. നെക്സ്റ്റ്, 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി പ്രത്യുത്ഥാനം പദ്ധതിയാണ് ട്ടോ. പ്രത്യുത്ഥാനം പദ്ധതി 2018 പ്രളയത്തിൽപ്പെട്ടവർക്കാണ് ട്ടോ. നെക്സ്റ്റ്, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം, മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? ഓക്കെ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം, മന്ദഹാസം പദ്ധതികളും എന്താണ്? സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? ഏത് വിഭാഗത്തെയാണ്? നമുക്കറിയാം ഓപ്ഷൻ സി ആണ്, വയോജനങ്ങളെയാണ് അല്ലെ, വയോജനങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതെന്നാണ് ട്ടോ. ഓക്കെ. എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, കേരളീയം എന്ന് പറഞ്ഞ പദ്ധതി ആട്ടോ. കേരളീയം. എന്താണ് പറഞ്ഞത്? 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാ കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് കേരളീയം. അടുത്ത ക്വസ്റ്റ്യൻ, മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? മാലിന്യമുക്ത കേരളത്തിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്നേഹാരാമം പദ്ധതിയാണ് ട്ടോ. സ്നേഹാരാമം പദ്ധതി. നെക്സ്റ്റ്, താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ഹോർമോൺ ആണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ആണ് ട്ടോ. ഏതാണ്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ആണ് എന്താണ്? സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ഓക്കെ. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. നെക്സ്റ്റ്, ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ജലദോഷത്തിന് കാരണമായ രോഗകാരി റൈനോ വൈറസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞു കൂടുന്നത് മൂലമുണ്ടാവുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണെന്നാണ്? ഓക്കെ. ഇവിടെ ഓപ്ഷൻ ബി ഗൗട്ട് ആണ്. നെക്സ്റ്റ്, മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു? മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഫീമെയിൽ അനോഫിലിസ് കൊതുകാണ് ട്ടോ. നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? സ്കിൻ ബാങ്ക് ആണ്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? എവിടെയാണ്? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താട്ടോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എന്ത് ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിച്ചത്. നെക്സ്റ്റ്, ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയിട്ടുള്ളതുമായ മലിനജലമാണ് എന്ത്? നമുക്കറിയാം ബ്ലാക്ക് വാട്ടർ. ബ്ലാക്ക് വാട്ടർ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? നീളത്തിന്റെ യൂണിറ്റ് ഇവിടെ ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം ആണ് ട്ടോ. അതായത് പ്രകാശ വർഷവും അതുപോലെ റേഡിയനും.
നെക്സ്റ്റ്, ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറനിരപ്പിൽ നിന്ന് 45 ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് ഇവിടെ ഏതിലാണെന്നാണ്. ഓപ്ഷൻ സിയിലാണ് പറയുന്നത്. 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിന്റെ ലംബ വേഗഘടകവും തിരശ്ചീന വേഗഘടകവും തുല്യമായതിനാൽ. നെക്സ്റ്റ്, ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭ്യമാകാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന. തിരിനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി കേശികത്വമാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തിരിനനയിൽ ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയത്? കേശികത്വം. നെക്സ്റ്റ്, ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളറിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ് എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളറിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളറിമെട്രി സാങ്കേതികവിദ്യയായി എക്സ്പോസാറ്റിന് പഠന വിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളുമാണ്. കഴിയാത്തതാണ് കേട്ടോ, പഠന വിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കളാണ് എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളും. നെക്സ്റ്റ്, യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യത്തിലാണ്? ഏതൊക്കെ സാഹചര്യത്തിലാണ്? താഴ്ന്ന മർദ്ദം ഉയർന്ന താപനിലയിലാണ് യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ലായനിയുടെ പി എച്ച് മൂല്യം 3 ആണെങ്കിൽ അതിന്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും എന്നാണ് കേട്ടോ. പി എച്ച് മൂല്യം 3 ആണെങ്കിൽ അതിന്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? ഓക്കെ, ഓപ്ഷൻ എ ആണ് 1.0 × 10⁻³ നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗങ്ങളായത് ഏതൊക്കെ? സമ ഇലക്ട്രോണിക വർഗങ്ങളായത് ഏതൊക്കെ? ഓപ്ഷൻ ബി 2ഉം 3ഉം ആണ്. അപ്പൊ എന്താണ് സമ ഇലക്ട്രോണിക അയോണുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് സമ ഇലക്ട്രോണിക വർഗങ്ങൾ എന്നാൽ ഒരേ എണ്ണം ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളോ അയോണുകളെയാണ് ട്ടോ. ഒരേ എണ്ണം ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളോ അയോണുകളോ ആണ് സമ ഇലക്ട്രോണിക വർഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ പറയുന്നത് നമ്മൾ പറഞ്ഞു 2ഉം 3ഉം ആണ് അല്ലെ. രണ്ടാമത്തെ എന്താണ്? സോഡിയവും അതുപോലെ എന്താണ്? ഫ്ലൂറൈഡ് അയോൺ ആണ്. സോഡിയം അയോണും ഫ്ലൂറൈഡ് അയോണും. സോഡിയം അയോൺ എന്ന് പറഞ്ഞാൽ Na+ ആണ്, ഫ്ലൂറൈഡ് അയോൺ F- ആണ്. Na+ ആവുമ്പോൾ എന്താണ്? സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ് നമുക്കറിയാം. പ്ലസ് ആവുമ്പോൾ 1 മൈനസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ 10 കിട്ടും. 10 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. അതുപോലെ ഫ്ലൂറൈഡിൽ F- ആണ് അല്ലെ. അതുപോലെ ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 9 ആണ്. അപ്പം F- ആയത്, അതായത് നെഗറ്റീവ് ചാർജ് ഉള്ളതിനാൽ ഒരു ഇലക്ട്രോൺ അധികമായിട്ട് ലഭിക്കുക ചെയ്യുന്നത്. അപ്പൊ 9+1 വരും. അപ്പൊ നമുക്കറിയാം 10 ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരേ ഇലക്ട്രോണുകളാണ്. അതുപോലെ തന്നെ മൂന്നാമത്തത് എന്താണ്? അതുപോലെ O2 മൈനസും Mg2+ കൊടുത്തിട്ടുണ്ട്. O2 മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ അറ്റോമിക് നമ്പർ നമുക്കറിയാം 8 ആണ്. 8 എന്താണ്? മൈനസ് ചിഹ്നമായതുകൊണ്ട് തന്നെ 2 നെഗറ്റീവ് ചാർജ് ഉള്ളതിന് 2 ഇലക്ട്രോണുകൾ അധികം ലഭിക്കുന്നുണ്ട് കേട്ടോ. 8+2 = 10 വരും. ഓക്കെ, അതുപോലെ Mg2+, മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 12 ആണ് അല്ലെ. 12 ആണ് മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ. അപ്പൊ ഇവിടെയും എന്താണ്? പോസിറ്റീവ് ആയതുകൊണ്ട് 2 പോസിറ്റീവ് ചാർജ് ഉള്ളതിന് 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെയും 10 ആവും. അപ്പൊ എന്താണ് ഇവിടെ സമ ഇലക്ട്രോണിക വർഗങ്ങളായത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. എന്താ സമ ഇലക്ട്രോണിക വർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ എണ്ണം ആറ്റങ്ങളോ അയോണുകളോ ഉള്ളതിനാലാണ് അവയെ സമ ആറ്റോമിക വർഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനവുമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, മിഷൻ സുദർശൻ ചക്രാണ്. അപ്പൊ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നു. നെക്സ്റ്റ്, വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ M രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? അപ്പൊ രാജാ രവിവർമ്മയുടെ പുത്രനായിട്ടുള്ള M രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ കേരള ലളിതകലാ അക്കാദമിയാണ് കേട്ടോ. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടാണ്? നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിലാണല്ലേ, തൃശ്ശൂർ ജില്ല. നെക്സ്റ്റ്, ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? നമുക്കറിയാം ഹർമൻപ്രീത് കൗർ ആണല്ലേ. ഹർമൻപ്രീത് കൗർ ആയിരുന്നു
ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റന് ഹർമൻപ്രീത് കൗർ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ എന്നായിരുന്നു ഈ ഒരു ചരിത്ര നേട്ടം? 2023 നടന്ന ആദ്യ അണ്ടർ വനിതാ 2020 ലോകകപ്പിലാണ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. 2023 ആരെയാണ്? ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. നെക്സ്റ്റ്, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യനൊരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യനൊരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രൻ ആണ്. സുഭാഷ് ചന്ദ്രന്റെ കൃതികളാണ് ഏത്? കൃതിയാണ് മനുഷ്യനൊരു ആമുഖം. ഇത് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ്, ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി AD 6 ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? ദേവദാസി സമ്പ്രദായത്തിൽ നിന്നും ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? മോഹിനിയാട്ടാട്ടോ, മോഹിനിയാട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണെന്നാണ് കേട്ടോ. മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? മലയാളം മിഷൻ ആണ് കേട്ടോ, മലയാളം മിഷൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യനും. ഇനി അങ്ങോട്ട് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. മാത്സ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഒരു ക്ലാസ്സിൽ സോൾവ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പൊ മാത്സിനായിട്ട് സെപ്പറേറ്റ് ഒരു ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ. അപ്പൊ PSC എക്സാം ഒക്കെ എഴുതുന്ന മറ്റു ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.